പൈസ കൊടുത്തിട്ട് പഠിക്കുന്ന ഡോഗിനെ വാങ്ങാന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ 4 ലക്ഷം രൂപ കൊണ്ട് തെറി വിളിക്കുന്ന ഒരാളെ കൊണ്ടുവരിക എന്നുള്ളത് ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ള ആദ്യത്തെ സംഭവമായിരിക്കും. അങ്ങനെ ഒരു സംഭവം ഇന്നലെ കോഴിക്കോട് നടന്നിട്ടുണ്ട്. തെറി വിളിക്കാൻ മാത്രം ഒരാൾ വരിക, അത് 4 ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് ഒരു കൂട്ടം ജനങ്ങൾ അത് കേട്ടിരിക്കുക. അഹങ്കാരം, അവജ്ഞ, പുച്ഛം, ഇതിന്റെയൊക്കെ മൂർത്തിമ ഭാവമായിട്ടുള്ള ഒരു സംഭവം. നമുക്ക് ആ വീഡിയോ കാണാം. ചാട തെണ്ടി വേറെ ഇല്ല എന്ന് ഈ സംഘാടകരുടെ മനസ്സിലുണ്ട്. കാരണം 1 മണിക്കൂർ തീ തീറ്റിച്ച് ഞാൻ കലിപ്പ് തീരും വരെ ഞാൻ നാണം കെടുത്തും കേട്ടോ. ഇത് ഇവിടെ പറഞ്ഞങ്ങ് തീർന്നു. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യും. അത് നിങ്ങൾക്ക് ഭയങ്കര ദോഷം ചെയ്യും. മാസങ്ങൾക്ക് മുന്നേ കിട്ടിയടോ ഇന്നത്തെ പൈസ. ഇന്നിപ്പോ ഞാൻ പൈസ മേടിച്ചില്ലായിരുന്നെന്ന് ഇരിക്കട്ടെ, ഇതുവരെ ഈ പ്രോഗ്രാം കഴിഞ്ഞ പൈസ എങ്കിൽ ഉച്ചയ്ക്ക് ഞാൻ വെച്ച ജാട വല്ലതും കാണിക്കാൻ പറ്റുമോ? എന്താ ഉച്ചയ്ക്ക് ഞാൻ ജാട കാണിച്ചേ? ഓൾറെഡി കിട്ടാനുള്ള എന്റെ വെട്ടി വീണു. ഇനി ഞാൻ പറയുന്നതാ ടേംസ് ആൻഡ് കണ്ടീഷൻ. ഞാൻ പറയുന്നതേ നടക്കൂ. എന്താ എല്ലാവരും ഓടി അങ്ങോട്ട് വന്നേ? കാശ് കൊടുത്തു പോയി. ഇതിനുള്ള സ്കില്ലില്ലാത്ത തെണ്ടികളായിട്ടുള്ള ബിസിനസ്സുകാരാ ഈ കസ്റ്റമറെ പുറകെ നടന്ന് തെണ്ടുന്ന. നാണമില്ലയോടെ നിനക്കൊക്കെ? ബിസിനസ്സുകാരെ എന്തിനാ തെണ്ടിന്ന് വിളിക്കുന്നത്? നിങ്ങൾ 1 മണിക്കൂർ ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്തില്ല. ബിസിനസ്സുകാരെ തെണ്ടി എന്ന് പറയാൻ ഞങ്ങളൊക്കെ ബിസിനസ്സുകാരാ. തന്നെ വിളിച്ചോ? ഞാൻ സംഭവം ക്ലാസ് ആയിരുന്നു. സംഘാടകരെ വിറപ്പിച്ചിട്ട് മാസങ്ങൾക്ക് മുന്നേ തന്നെ ക്യാഷ് പെട്ടിയിലാക്കിയിട്ട് പരിപാടിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്റെ കീഴിലാണ്, എന്റെ കയ്യിലാണ് എന്ന് പറഞ്ഞിട്ട് കേൾക്കാനിരിക്കുന്ന ബിസിനസ്സുകാരെ എന്ന് വിളിക്കുന്ന ആ ഒരു ചങ്കൂറ്റുണ്ടല്ലോ, ആ ഒരു മോട്ടിവേഷൻ ഉണ്ടല്ലോ, ഉഷാറായിട്ടുണ്ട്. കൊള്ളാം. എനിക്ക് മനസ്സിലാവാത്തത് ഈ ബിസിനസ്സുകാർ എന്തിനാണ് ഈ മോട്ടിവേഷന്റെ ഇമാതിരി ഇറ്റാതി കൊണകൊണ പറയുന്ന ആൾക്കാരുടെ മുന്നിൽ പോയിരിക്കുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെന്ന് പറയും സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. എത്ര കുറഞ്ഞതായിരുന്നാലും എത്ര വലിയ കോടികളുടെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരായിരുന്നാലും അങ്ങനെയാണ്. എന്തായാലും ബിസിനസ്സുകാര് അവരെ പറഞ്ഞപ്പോ അവർക്ക് കൊണ്ടിട്ടുണ്ട്. അവര് അതിനുശേഷം സോറി പറയിപ്പിക്കാനും വേണ്ടി നടക്കുന്നുണ്ട്. ആ ഒരു വീഡിയോ നമുക്ക് കാണാം. അത് നന്നായിട്ടുണ്ട്. അയാളെ സോറി പറയിപ്പിച്ചിട്ട് വിട്ട്, ഓക്കെ. പക്ഷെ ഈ ബിസിനസ്സുകാരെ എന്തിനാണ് ഇവരുടെയൊക്കെ പിന്നാലെ നടന്നിട്ട് ഇവരുടെ ക്ലാസ് കേൾക്കുന്നത് എന്നതാണ്. ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അനുഭവം, പരിചയം, കസ്റ്റമേഴ്സിനോടുള്ള ബിഹേവ്, കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന പ്രോഡക്റ്റിനുള്ള ക്വാളിറ്റി, സർവീസ്, ഇതിലൂടെയൊക്കെയാണ് ബിസിനസ് വളരുന്നത്. നമുക്ക് ബിസിനസ് പഠിക്കേണ്ടത് ഇത്തരം മുക്കിലുള്ള ഈ മോട്ടിവേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളുടെ മൊഴിമുത്തുകൾ കേട്ടിട്ടല്ല. നമ്മുടെ മുന്നേ പോയിട്ടുള്ള ബിസിനസ് വിജയിച്ചിട്ടുള്ള അല്ലെങ്കിൽ പരാജയപ്പെട്ടിട്ടുള്ള ആളുകളുടെ ജീവിതം നോക്കിയിട്ട് നമ്മൾ ബിസിനസ് പഠിക്കേണ്ടത്. അങ്ങനെ ബിസിനസ് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ അവരുടെ ആ ഒരു വായ്ത്താളം കേട്ടിട്ട് നമ്മൾക്ക് ബിസിനസ് പഠിക്കാൻ പറ്റൂല. അത് ഇനിയെങ്കിലും ആൾക്കാരൊന്ന് മനസ്സിലാക്കണം. ഈ സോട്ടും കൂട്ടും തയ്യൊക്കെ കണ്ടിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരുടെ മുന്നിൽ മണിക്കൂറുകൾ പോയി ഇരുന്നിട്ട് എങ്ങനെയാണ് ബിസിനസ് പഠിക്കുന്നത് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. എന്തായിരുന്നാലും അയാൾക്ക് നല്ല പൂക്കുവിളിയോട് കൂടിയിട്ട് കോഴിക്കോട്ടുകാരൻ നല്ലൊരു യാത്രയൊക്കെ കൊടുത്തിട്ടുണ്ട്. കസ്റ്റമർ ഇസ് ദ കിങ്. അതാണ് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഏതൊരു ബിസിനസ്സിന്റെയും അന്നും ഇന്നുമുള്ള ആപ്തവാക്യം. ടാറ്റയും ബിർളയും നമ്മുടെ യൂസഫ് അലി സാറും ഒക്കെ വളർന്നിട്ടുള്ളത് ഇയാളെ പോലെയുള്ള മോട്ടിവേറ്റർമാരുടെ മോട്ടിവേഷൻ ക്ലാസ്സിലേക്ക് ഇരുന്നിട്ടോ അത് കേട്ടിട്ടോ അത് പഠിച്ചിട്ടോ ഒന്നുമല്ല. കസ്റ്റമർക്ക് കൊടുക്കുന്ന സർവീസ് അതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ബിസിനസ് വളരുന്നതും തളരുന്നതും. അപ്പോ ഇതുപോലെയുള്ള ബന്ധങ്ങൾക്ക് വില കൊടുക്കാത്ത, മറ്റുള്ളവരെ വെറുപ്പിച്ചിട്ട് വേണം നമ്മൾ സമ്പാദിക്കാൻ, അതിലൂടെ വേണം നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ എന്ന് പറയുന്ന ഇതുപോലെയുള്ള ഇന്നലെ പെയ്ത മഴയ്ക്ക് കിളിർത്തിട്ടുള്ള പുൽനാമ്പുകളായിട്ടുള്ള മോട്ടിവേഷൻ ആളുകളുടെ ക്ലാസ്സുകളിൽ പോയിരിക്കാതെ നിങ്ങളുടെ കസ്റ്റമേഴ്സിന് നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുക. അപ്പോഴേ ബിസിനസ്സിൽ വളർച്ച ഉണ്ടാവുള്ളൂ. ഇത്തരം മോട്ടിവേഷണൽ സ്പീക്കർമാരില്ല എന്നതുകൊണ്ട് സമൂഹത്തിന് പ്രത്യേകിച്ച് നഷ്ടങ്ങളൊന്നും ഉണ്ടാവാൻ പോണില്ല. നിങ്ങളുടെ ബിസിനസ്സിൽ എന്തെങ്കിലും വളർച്ച ഉണ്ടാവാതിരിക്കുകയോ കൂടുതൽ വളരുകയോ ചെയ്യുന്നില്ല. വെറുതെ അവിടെ പോയി സമയം കളയുക എന്നല്ലാതെ കുറച്ച് മണിക്കൂർ അവിടെ പോയി ഇരുന്നിട്ട് നിങ്ങളുടെ ബിസിനസിന്റെ ആ വിലപ്പെട്ട ടൈം അവിടെ സ്പോയിൽ ചെയ്തിട്ട് പോവുക എന്നല്ലാതെ പ്രത്യേകിച്ച് നിങ്ങൾക്കൊരു നേട്ടം ഉണ്ടാവാൻ പോണില്ല. അത് മനസ്സിലാക്കുക. എന്നിട്ട് ആ രീതിയിൽ ബിസിനസിനെ കാണുക, ആ രീതിയിൽ മുന്നോട്ട് പോകുക. ഞാനൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങിയ ആളാണ്. ഏറ്റവും വേണ്ടത് കസ്റ്റമറോട് മര്യാദയ്ക്ക് സംസാരിക്കലാണ്. അത് മാത്രമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഈ ഒരു ബോധം എപ്പോഴും ഉണ്ടായാൽ മതി. അല്ലാതെ ബിസിനസ് ചെയ്തിട്ട് യാതൊരു പരിചയവും ഇല്ലാത്ത, വായ്ത്താളം മാത്രം ഇട്ടിട്ടടിക്കുന്ന, ക്യാഷ് ലക്ഷ്യം വെച്ചിട്ട് മാത്രം പ്രവർത്തിക്കുന്ന, സോട്ടും കൂട്ടും കോട്ടും മറ്റതൊക്കെ അറിഞ്ഞിട്ട് ഇങ്ങനെ ആൾക്കാരോട് വായിട്ടലയ്ക്കുന്ന, ബന്ധങ്ങൾക്ക് ഒരു വിലയും കൊടുക്കാതെ ആളുകളെ വെറുപ്പിച്ചിട്ട് സമ്പാദിക്കണം എന്ന് പറയുന്ന ഇത്തരം ആളുകളുടെ ക്ലാസ്സുകളിൽ സമയത്തിൽ പോയിരുന്നിട്ട് നമ്മുടെ സമയം കളയാതെ
കസ്റ്റമേഴ്സ് നല്ല രീതിയിൽ ബിഹേവ് ചെയ്തിട്ട് ബിസിനസ്സിൽ കരുതുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആവാൻ പറ്റും എന്ന് ഒരു ചെറിയ ബിസിനസ്സുകാരി എന്ന നിലയിൽ ഞാൻ എന്നോട് തന്നെ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ് നേരാണ്. എല്ലാവർക്കും ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഞാനാണെങ്കിലും എന്റെ പാർട്ണർ ആണെങ്കിലും നമ്മളെല്ലാ ബിസിനസ്സുകാരാണെങ്കിലും നമ്മളെല്ലാവരും ഇത്രയും കാത്തുന്ന ആളില്ലല്ലോ. ഇദ്ദേഹം തന്നെ ഇൻസ്റ്റാഗ്രാമിൽ എത്രയോ പോസ്റ്റ് ചെയ്തു, ഞാൻ കോഴിക്കോട് വരുന്നു, ഇതൊരു 500 തവണ പോസ്റ്റ് ചെയ്തു. നമ്മൾ ഫേസ്ബുക്കിലും എല്ലായിടത്തും നമ്മൾ പോസ്റ്റും ചെയ്യുന്നുണ്ട്. ആള് വരണ്ടേ? അല്ല, നിങ്ങളായിട്ട് പറഞ്ഞോണ്ട് ഓക്കെ. അല്ലെങ്കിൽ ഏതോ നേരം പരിപാടി നമ്മൾ ഇതാക്കി നമുക്ക് സമയത്ത് വലിയ ആൾക്കാരോ 1.5 മണിക്കൂർ ഇയാൾ പൈസ ആയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് പ്രതികരിക്കാൻ നമ്മളാണ്. എന്തായാലും അയാളുടെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവമായിരിക്കും ഇത്. അയാൾ മോട്ടിവേഷൻ കൊടുത്ത ഉടനെ തന്നെ ആളുകൾ മോട്ടിവേറ്റഡ് ആവുകയും അവരെ അതിനെ പ്രതികരിക്കുകയും ചെയ്യുക എന്നുള്ളത്. എന്തായാലും അയാൾക്ക് ഇനിയും ഒരുപാട് ഇതുപോലുള്ള അവസരങ്ങൾ കിട്ടട്ടെ, സ്റ്റേജസ് കിട്ടട്ടെ, ആളുകൾ അതിന്റെ ഉടനെ തന്നെ മോട്ടിവേറ്റഡ് ആയിട്ട് പ്രതികരിക്കുകയും ചെയ്യട്ടെ എന്ന് ആഗ്രഹിക്കട്ടെ, ആശംസിക്കട്ടെ, ആശീർവാദങ്ങൾ. അപ്പോൾ വീഡിയോ ചെയ്യാം.